അപ്പോൾ ആദ്യത്തെ മീൻ കിട്ടിയിരിക്കും. എല്ലാവർക്കും പ്രോ ഫിഷിംഗ് ഹോബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചേട്ടൻ ചീനവല തുന്നുന്ന കണ്ട് നിർത്തിയതാണ്. അപ്പോൾ 3 ചേട്ടന്മാർ ഒരേ സമയം വള്ളത്തിലിരുന്നിട്ട് ചൂണ്ടയിടുന്ന ഒരു മനോഹര ദൃശ്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോയിലൂടെ. 3 പേരിൽ ആർക്കാണ് മീൻ കിട്ടണതെന്ന് നമുക്ക് നോക്കാം. പരമ്പരാഗതമായിട്ട് വള്ളത്തിൽ പോയിട്ട് മീൻ പിടിക്കുന്ന മുക്കോരാണ് ഇവർ കേട്ടോ. ഇവരുടെ പ്രത്യേക രീതിയാണ് വള്ളത്തിൽ തുഴഞ്ഞുകൊണ്ട് ചെറിയ ചൂണ്ടയിൽ ചെമ്മീനോ കൊഞ്ച് എന്നിവയെ ഇട്ടിട്ട് പിടിക്കുന്ന രീതിയാണ്. വള്ളം തുഴയുന്ന രീതി, ചൂണ്ടവള്ളി വലത് കൈ കൊണ്ട് നിയന്ത്രിക്കുന്ന രീതിയൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് നോർത്ത് പറവൂർ ലേബർ ജംഗ്ഷൻ എന്ന് പറയും. ഈ ഭാഗത്താണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് മീനൊക്കെ കയറി നിൽപ്പുണ്ടോ. എനിക്ക് കണ്ണുകൊണ്ട് ക്യാമറയിൽ കാണാൻ സാധിക്കുന്നില്ല. ചീനവലയോട് അനുബന്ധിച്ച് താറാവ് കൃഷി കൂടി ഇവർ ചെയ്യുന്നുണ്ട്. ചീനവലയിൽ ലഭിക്കുന്ന മീനുകൾ വേസ്റ്റുകളെല്ലാം താറാവുകൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത താറാവ് കൃഷിയും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. എന്തോ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേട്ടന്. ഞാനിവിടെ ചൂണ്ടയിടുന്നവരുടെയും വെള്ളത്തിൽ പോയി ചൂണ്ടയിടുന്നവരെ ശ്രദ്ധിച്ചാൽ ഒരു വെള്ളത്തിൽ ഇങ്ങനെ അനക്കി കൊടുക്കുന്നതാണ്. വെള്ളം ചെറുതായിട്ട് ചൂണ്ടക്കണ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റിക്ക് കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ അനക്കി മീനെ ആകർഷിക്കുന്ന ഒരു തന്ത്രം ഇവിടെ ഉപയോഗിക്കുന്ന രീതിയാണ്. കാലുകൊണ്ട് പങ്കായം പിടിച്ച് കണ്ട ഏരം കോർത്ത് വെള്ളത്തിൽ ചൂണ്ട വലത് കൈ കൊണ്ട് ചൂണ്ടവള്ളി കൺട്രോൾ ചെയ്ത് നിർത്തുന്നു, വള്ളം കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. രണ്ട് തവണ ട്രൈ ചെയ്തു, കിട്ടിയിട്ടില്ല. മീൻ കൊത്തുന്നുണ്ട്. 3ാമത്തെ തവണ ട്രൈ ചെയ്യണം ചേട്ടാ. അപ്പോൾ ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുകയാണ്. ഇത് ചീനവലകളാണ് കേട്ടോ. അത് ചേട്ടൻ ചീനവല ഡാമേജ് ആയത് തുന്നുന്ന ഭാഗമാണ് കേട്ടോ. ചൂണ്ടയിൽ കോർക്കുന്ന ഇരയായിട്ട് ഇടുന്നത് ചെമ്മീനാണ്. ഇത് 2ാമത്തെ ആള്. ഇത് 3ാമത്തെ ആൾ. ഒരു വെള്ളത്തിൽ ഇങ്ങനെ കൈ കൊണ്ട് അനക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും മീൻ വരും. ചീനവലകൾ ഡാമേജ് ആയത് തുന്നി റെഡിയാക്കുന്ന ഭാഗമാണ്. മുനമ്പം ചേറായി ഭാഗങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു മത്സ്യബന്ധന രീതിയാണ് ചീനവലകൾ. ധാരാളം മീൻ കിട്ടും. അതിൻ്റെ ഒപ്പം വേസ്റ്റായിട്ട് പോകുന്ന മീനുകളും കാര്യങ്ങളും താറാവുകൾക്ക് കൊടുക്കുകയും അങ്ങനെ താറാവ് കൃഷിയും കൂടി ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നു. ഇവരുടെ മെയിൻ വരുമാന സ്രോതസ്സ് ഇങ്ങനെയുള്ള ഈ 2 രീതികളാണ്. മുനമ്പം ചേറായി ഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങളാണ് ഈ പുഴയിലോട്ടും കായലിലോട്ടൊക്കെ കയറി വരുന്നത്. ഇതാണ് ഇവർ പിടിക്കുന്നത്. ചേട്ടൻ പൊക്കി എടുക്കുന്നുണ്ട്. എന്താണ് കിട്ടിയെന്ന് നോക്കാം. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തോ ഉണ്ട്. ഇല്ല, ഒന്നുമില്ല. ഒരു ചേട്ടൻ കുറച്ച് ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബാക്കി രണ്ട് ചേട്ടന്മാരും അടുത്തടുത്ത് തന്നെ ഉണ്ട്.
രണ്ടാമത്തെ ചേട്ടനും സ്ഥലം മാറുവാണ് കേട്ടോ. വള്ളം തുഴഞ്ഞ് മീൻ പിടിക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ്. നാടൻ മീൻപിടുത്തം. മറ്റേ ചേട്ടൻ ഇനി മോളിയും തുടങ്ങി ഈ പാലത്തിൻ്റെ ഇവിടം വരെ വരും. ചേട്ടന് മീൻ ആദ്യം ഈ ചേട്ടന് മീൻ ഇട്ടിരിക്കുകയാണ്. പ്രായലാണ് കിട്ടിയ കേട്ടോ, പ്രായലാണ് കിട്ടിയ ആ ചേട്ടന്. ബാക്കിലോട്ട് തുഴയുന്ന ഭാഗമാടാ ചേട്ടൻ കാലുകൊണ്ട് ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ. ബാക്കിലോട്ട് കയറി പോകുന്നുണ്ടാവുള്ളൂ. ചീനവലയുടെ ഡാമേജ് ഏകദേശം തീരാറായി. ഒരു പ്രായൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഈ നടുക്കിരിക്കണ ചേട്ടനാണ് കിട്ടിയത്. ഒരു പ്രായലോടെ കിട്ടിയിരിക്കുകയാണ്. ഇതുവരെ നടുക്കിരിക്കുന്ന ആ ചേട്ടന് 2 പ്രായൽ കിട്ടിയിട്ടോ. മറ്റേ ചേട്ടന് എന്തോ കിട്ടിയിട്ടുണ്ട്. ഇല്ല മറ്റേ ചേട്ടന് ഒരു പ്രായലോടെ കിട്ടി. നടുക്കത്തെ ചേട്ടൻ 3 മീൻ പിടിച്ചു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റോബിച്ചിൻ ഹോബിയുടെ മറ്റൊരു വീഡിയോ വരെ കാത്തിരിക്കുക.